വൈഫ് ആദ്യം വിവാഹം കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ സന്യാസിയല്ല, വൈഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഹാഫ് ബേക്ക്ഡ് സന്യാസി, പകുതി വെന്ത സന്യാസി. അപ്പോൾ എത്ര പേര് റേക്കിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? ഇതിൽ കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് എന്താണ് റേക്കി? റെയ് എന്ന് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് വേർഡാണ്. കി എന്ന് പറഞ്ഞാലും ജാപ്പനീസ് വേർഡാണ്. റെയ് എന്ന് പറഞ്ഞാൽ സാർവലൗകികം, എല്ലായിടത്തും ഉള്ളത്. കി എന്ന് പറഞ്ഞാൽ പ്രാണ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി. അപ്പോൾ ഈ പ്രാണ റെയ്യാണ്, എല്ലായിടത്തും ഉണ്ട്. ഓംനി പൊട്ടൻ്റ്, ഓംനി പ്രസൻറ്റ് എന്നാണ് ഈ പ്രാണ. എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഈ ശ്വസിക്കുന്നത് മാത്രമല്ല, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം. ഏതോ ഉപനിഷത്തിൽ കണ്ണ് എന്തുകൊണ്ടാണ് കാണുന്നത്? കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു. കണ്ണെന്തുകൊണ്ടാണ് കാണുന്നത്? ചെവി കേൾക്കുന്നു. ചെവി എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? എന്തിനെ ഉപയോഗിച്ചിട്ടാണ് ചെവി കേൾക്കുന്നത്? അപ്പോൾ അത്രയ്ക്ക് ശക്തമാണ് പ്രാണയുടെ നമ്മുടെ ജീവിതത്തിലെ സാന്നിധ്യം. അപ്പോൾ എന്തിനാണ് റേക്കി മാസ്റ്റർ ഇത്? എല്ലായിടത്തും ഉണ്ടല്ലോ, ഇറ്റ്സ് ഓൾറെഡി ഇത് എല്ലായിടത്തും ഉണ്ട്. പിന്നെ എന്തിനാണ് ഒന്നുകൂടെ നമ്മൾ റേക്കി പഠിക്കുന്നത്? അതായത് ഇറ്റ് ഈസ് മേക്കിംഗ്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് മേക്കിംഗ് ദ ഓൾറെഡി അവൈലബിൾ വൺസ് അഗെയിൻ അവൈലബിൾ. അതിൻ്റെ പ്രോസസ്സാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞത് തീർക്കുകയല്ല, തുടങ്ങുകയാണ്. ബാക്കി അമിത നിങ്ങളോട് പറഞ്ഞോളൂ. അറ്റ്യൂൺമെൻറ്റ്, അറ്റ്യൂൺമെൻറ്റ്, അതായത് നമ്മൾ ഈ യൂണിവേഴ്സലായിട്ടുള്ള പ്രാണയെ ഒന്നുകൂടി നമ്മളിലേക്ക് ഒരു റേക്കി മാസ്റ്ററുടെ സഹായത്തോടെ സന്നിവേശിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് മോർ ദാൻ 72,000, പൂജ്യം എത്ര ഉണ്ടെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ 1000 എന്ന് എഴുതുക കേട്ടോ. മോർ ദാൻ 70,000 നാഡികൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അവരെണ്ണി നോക്കിയോ? സ്പെക്കുലേഷൻ. അങ്ങനെയാണ് പ്രാചീന കാലത്ത്
സ്പെക്കുലേഷനായിരുന്നു. അതായത് ഇമാജിനേഷൻ, ഇൻറ്റ്യൂഷൻ, ഇൻറ്റൻഷൻ, ഇതൊക്കെയാണ് റേക്കിയിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ 70,000 നാഡികളിൽ പ്രധാനപ്പെട്ട ഇട, പിംഗള, സുഷുമ്ന, പിന്നെ ഇങ്ങനെ നാഡികളുണ്ട്, പല നാഡികളുണ്ട്, ഒത്തിരി നാഡികളുണ്ട്. ഇതെല്ലാം കൂടെ ഇങ്ങനെ കയറ് വിരിച്ചിട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പ്രധാനപ്പെട്ടത് ഇട, പിംഗള, സുഷുമ്ന എന്ന് പറയുന്നത്. സുഷുമ്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്നതാണ് സുഷുമ്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോയിൻസാണ് ആക്ച്വലി ചക്രാസ് എന്ന് പറയും. അത് പ്രധാന ചക്രാസ് 7 ചക്രാസ്, അതൊക്കെ അമിത പിന്നെ പറഞ്ഞു തരും. പ്രധാന ചക്രാസ് 7 ചക്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഒരു റേക്കി മാസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലോക്സ് മാറ്റാൻ, തടസ്സങ്ങൾ മാറ്റുക, രോഗങ്ങൾ മാറ്റുക. ഇപ്പോൾ ചിലരൊക്കെ നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും, സാറേ മൈഗ്രെയിൻ ഉണ്ട് മാറ്റുമോ, അല്ലെങ്കിൽ നടുവേദനയുണ്ട് മാറ്റുമോ? അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അസുഖത്തെ മാറ്റാനുള്ളതല്ല റേക്കി. ഇറ്റ്സ് എ ജനറൽ ടോണിക്. റേക്കി എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടൊരു ടോണിക്കാണ്. ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഈ അറ്റ്യൂൺമെൻറ്റിൽ ഈ പ്രാണ ഊർജം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ഒരു റേക്കി മാസ്റ്ററുടെ സഹായത്തോടെ പുനർസന്നിവേശിക്കപ്പെടുമ്പോൾ വീണ്ടും ആ ഫ്ലോ നമ്മുടെ നെർവ്സിലൂടെ ഉണ്ടാവും. വളരെ ശക്തമായിട്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോഴാണ് ഈ ബ്ലോക്സ് എല്ലാം മാറുന്നത്. ബ്ലോക്സ് അതുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പല കണ്ടീഷനിങ്സ്, പല 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 തെറ്റിദ്ധാരണകൾ, അങ്ങനെ പലതും ഉണ്ട് നമ്മുടെ വളർച്ചയിൽ. എസ്പെഷ്യലി ഫ്രം അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം, റിലീജിയൻ, മതം. നിങ്ങളോട് പറഞ്ഞാൽ എനിക്കറിയാം, നിങ്ങൾ എന്നെ കല്ലെടുത്തെറിയും. മതം ഒരു പർട്ടിക്കുലറായിട്ടൊരു സംഭവമാണ്. അത് ഇത്തരത്തിലുള്ള ബ്ലോക്സ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇന്ത്യക്കാർക്ക് പൊതുവെ പൈസ എന്ന് പറഞ്ഞാൽ എന്തോ മോശം സാധനം. വലിയ മഹാത്മാക്കൾ വരെ പറഞ്ഞിട്ടുണ്ട് പൈസ എന്ന് പറഞ്ഞാൽ എന്തൊരു മോശം സാധനം. ഇങ്ങനത്തെ ലോട്ട് ഓഫ് അത് ബിലീഫ് സിസ്റ്റം എന്ന് പറയും. ബിലീഫ് സിസ്റ്റം അത് പലതും നമ്മൾ കിടന്നിട്ട്, പിന്നെ അസുഖങ്ങൾ, ചിലർക്ക് ജന്മനാ ചില അസുഖങ്ങളുണ്ടാകും. അങ്ങനെയാണ് ഈ ബ്ലോക്സ് വരുന്നത്. അപ്പോൾ റേക്കി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി അറ്റ്യൂൺമെൻറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നേർവ്സിലൂടെ ശക്തമായിട്ട് ഫ്ലോ ചെയ്യും. എല്ലാ നേർവ്സിലൂടെ ശക്തമായിട്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ ചക്രാസ് എന്ന് പറയുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് ചക്ര എന്ന് പറയുന്നത്. അല്ല നമുക്കിങ്ങനെ തൊട്ട് കാണിക്കാനൊന്നും പറ്റുന്നത് ഇത് ചക്രയാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റൊട്ടേഷനാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഈ പ്രാണ ആണത് ക്രിയേറ്റ് ചെയ്ത്. ഈ ഒരു ഫ്ലോ വരുമ്പോൾ നമ്മൾ സബ്സ്റ്റേഷൻസൊക്കെ കണ്ടിട്ടില്ലേ, പവർ സബ്സ്റ്റേഷൻസ്. വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ആ വീല് കറങ്ങി ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെയാണ് ഇത്. അതാണ് ഓറ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രസരണമാണ് നമുക്ക് ചുറ്റും ഒരു ഓറയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അത് പ്രാണിക് ഹീലിംഗിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ റേക്കി ഈസ് ഡയറക്ട്ലി അപ്ലൈഡ് ടു ദ ചക്രാസ്. നമ്മൾ ഡയറക്റ്റായിട്ട് അതിൻ്റെ റൂട്ടിലേക്കാണ് പോകുന്നത്, ബേസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് ഈ അറ്റ്യൂൺമെൻറ്റ് കഴിഞ്ഞിട്ട് 21 ഡേയ്സ് കൊണ്ടാണ് പൂർണ്ണമായിട്ടും ബാലൻസ്ഡ് ആവും. ബ്ലോക്സ് എല്ലാം മാറി എനർജി ഫ്ലോ പ്രോപ്പറായി ചക്ര റൊട്ടേഷൻ പ്രോപ്പറാവും. ചക്ര റൊട്ടേഷൻ പ്രോപ്പർ ആകുമ്പോൾ ഇത് കണക്റ്റഡ് ടു എൻഡോക്രൈൻ ഗ്ലാൻസ്, അന്തഃസ്രാവ ഗ്രന്ഥികൾ എന്ന് കേട്ടിട്ടില്ലേ? എൻഡോക്രൈൻ ഗ്ലാൻസ് 19 എണ്ണമുണ്ട് എൻഡോക്രൈൻ ഗ്ലാൻസ്. അപ്പം ഇത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു എൻഡോക്രൈൻ ഗ്ലാൻസ്. അപ്പോൾ ഈ ഫ്ലോ പ്രോപ്പർ ആവുമ്പോൾ, ചക്ര റൊട്ടേഷൻ ഒപ്റ്റിമൈസ്ഡ് ആവുമ്പോൾ നമുക്ക് എൻഡോക്രൈനൽ ആക്ടിവിറ്റി, അതായത് എൻസൈം സെക്രീഷൻ, ഹോർമോണൽ ആക്ടിവിറ്റി ബാലൻസ്ഡ് ആവും. അപ്പോൾ വി റീച്ച് ഇൻ ടു ഹോമോസ്റ്റാസിസ്. ഇത് WHO അലോപ്പതിയും എല്ലാത്തിലുള്ളതാണ് ഈ ഹോമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതായത് ബാലൻസ്ഡ് ഫങ്ഷൻ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അന്തർസ്രാവ ഗ്രന്ഥികളുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഹോമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ആയുർവേദത്തിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ സ്വാസ്ഥ്യം എന്ന് പറയും. സ്വാസ്ഥ്യം അതായത് സ്വ അസ്ഥി ഇതി സ്വാസ്ഥ്യം. നമ്മൾ എന്തിലാണോ നിലകൊള്ളുന്നത് അതിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു, ഏതൊരു ഭാവം ഉണ്ടാവുന്നു, ഏതൊരു അവസ്ഥ ഉണ്ടാവുന്നു, അതാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ എത്തിക്കുക എന്നുള്ളതാണ് റേക്കിയുടെ മെയിൻ പർപ്പസ്.
ഇത് മറ്റു പല സിസ്റ്റങ്ങളുണ്ട്, ഹോളിസ്റ്റിക് ആയിട്ടുള്ള മറ്റു പല സിസ്റ്റങ്ങളുണ്ട്. പക്ഷെ റേക്കി ഒരു മെഡിറ്റേറ്റീവ് തെറാപ്യൂട്ടിക് സിസ്റ്റം, ധ്യാനാത്മകമായ ഒരു തെറാപ്യൂട്ടിക് സിസ്റ്റം ആയതുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ ഒരു സ്റ്റേറ്റിൽ, ഈ ഒരു അവസ്ഥയിൽ, ഭാവത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ റേക്കി സമർത്ഥമാണ്. അമിതയെ പോലെ നല്ല മാസ്റ്റേഴ്സ്, രേഷ്മയെ പോലെ അല്ലെങ്കിൽ ജാനിയെ പോലെ നല്ല മാസ്റ്റേഴ്സ് ഇടപെടുമ്പോൾ ആ സ്വാസ്ഥ്യത്തിലേക്കാണ് നമ്മൾ ഓടിക്കയറുന്നത്, അല്ലെ നടന്നു കയറുന്നു. കാരണം 21 ദിവസം കൊണ്ട് ഓടിക്കയറുകയല്ല, നടന്ന്. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഡോണ്ട് റൺ ഇൻ ടു എനിത്തിങ്, വാക്ക് ഇൻ ടു സംതിങ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? റേക്കിയിൽ ഹാൻഡ് പൊസിഷൻസിലൂടെയാണ് ഇങ്ങനെ ചക്ര പൊസിഷൻ, അത് അമിത പറഞ്ഞു തരും. എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ അത് പറഞ്ഞു തരും. ഈ ഹാൻഡ് പൊസിഷൻസിലൂടെയാണ് ഈ ചക്ര റൊട്ടേഷൻ പ്രോപ്പറാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, കയ്യിൽ നിന്ന് ഏതോ എനർജി അങ്ങോട്ട് പോയിട്ട് ശരിയാക്കുന്നതല്ല. ഇറ്റ്സ് എ കമാൻഡ്, ആക്ടിവേറ്റ് ആൻഡ് ബാലൻസ്. അതാണ് കമാൻഡ് എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് സിമിലർ ടു നാനോ ടെക്നോളജി. നാനോ ടെക്നോളജിയിൽ എങ്ങനെയാണ് നമ്മളൊരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ നമ്മുടെ ഉള്ളിലേക്ക് അത് കയറ്റി വിടുന്നു. എവിടെയാണോ അസുഖം, എവിടെയാണോ ഡിസ്ഹാർമണി, അവിടെ പോയിട്ട് അത് ഹാർമണൈസ് ചെയ്ത് ഇറ്റ് ഗെറ്റ്സ് ഡിസപ്പിയർഡ്. ആ പിൽസോ അല്ലെ വാട്ട് എവർ ഇറ്റ് ഈസ് ടോട്ടലി അതില്ലാതെ. സെയിം പ്രിൻസിപ്പിളാണ് റേക്കിയിൽ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്തിട്ട് ചില പറയും 21 ദിവസം സാറേ ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല, വെരി ഗുഡ്. കാരണം ഇറ്റ് ടോട്ടലി സിങ്ക് വിത്ത് യുവർ സിസ്റ്റം. നമ്മളിത് പൂർണ്ണമായിട്ടും ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഫീൽ, വി ആർ ഹെൽത്തി. വൈ യു ആർ ഹെൽത്തി? ബിക്കോസ് ഐ എം ഹെൽത്തി. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ജനറലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. പാടത്ത് ഇങ്ങനെ പല പല സെഗ്മെൻറ്റ്സിലാണ് കൃഷി നടക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചാലുകളുണ്ട്, വാട്ടർ കനാൽസ്, വാട്ടർ ചാലുകളുണ്ട്, വാട്ടർ കനാൽസ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ആ പാടത്തിൻ്റെ അല്ലെ കണ്ടത്തിൻ്റെ ഒരു ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് വെള്ളം ഓരോ ഇറിഗേഷൻ, ദ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ, ഇങ്ങനെ ഓരോ ഇതിലും പോയി വെള്ളം അവിടെ നിന്ന് നെല്ലിന് ആവശ്യമായിട്ടുള്ള വളമെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് നെല്ല് ഇങ്ങനെ വളർന്നു വരും, ആ വെള്ളം കിട്ടുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ ചാനലുകളിൽ, കനാലുകളിൽ ചെളിയും ഇലയൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി ബ്ലോക്സ് ഉണ്ടാകും. കനാലിന് ബ്ലോക്സ് ഉണ്ടാകും. പഴയ കാലത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? 1-2 പേരെ നിർത്തി, അല്ല 5-6 പേരെ നിർത്തി, മമ്മട്ടി പല പേരാണ് പറയുന്നത്, തൂമ്പുണ്ട്, ഇങ്ങനെ വാരി വരമ്പിലോട്ടിട്ടിങ്ങനെ നിരത്തും. അപ്പം പിന്നെ വാട്ടർ ഫ്ലോ പ്രോപ്പറാവും. പക്ഷെ പിന്നെയും സംഭവിക്കും. സെയിം പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ ടു റേക്കി. കാരണം ഈ നെർവ്സിലെ ബ്ലോക്സ് മാറ്റാൻ അതിശക്തമായ പ്രാണപ്രവാഹത്തിനെ കഴിയൂ. അതാണ് അറ്റ്യൂൺമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? ആ ബ്ലോക്സ് മാറുമ്പോൾ പ്രത്യേകിച്ചൊരു മണി റേക്കിയോ അല്ല പ്രത്യേകിച്ച് തടസ്സം മാറ്റാൻ റേക്കിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, ജനറൽ ടോണിക്കാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ ഏത് ഭാഗത്താണോ തടസ്സം, ഇപ്പോൾ എസ്പെഷ്യലി മണി, പൈസയ്ക്കുള്ളത്, പൈസയാണല്ലോ എല്ലാവർക്കും വേണ്ട. ഇപ്പോൾ എനിക്ക് പൈസയാണ് വേണ്ട കേട്ടോ അമിത. അപ്പോൾ നമുക്ക് ഇപ്പോൾ റൂട്ട് ചക്രയിൽ നിന്നാണ് പ്രധാനമായിട്ടും തടസ്സങ്ങളുണ്ടാവും. റൂട്ട് ചക്ര അല്ല സോളാർ, ഇതൊക്കെയാണ് നമ്മുടെ മണി ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നമാണ് നിങ്ങളെ കൂടുതൽ അലട്ടുന്നതെങ്കിൽ റേക്കി നോസ്. ഹൗ ഇറ്റ് നോസ്? ഇറ്റ് ഈസ് നോളജ്. ഹൗ നോളജ് നോസ്? അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സെൽഫ് കോൺഷ്യസ് ആണ് റേക്കി എന്ന് പറയുന്നത്. അതായത് ഒരു സ്വയം ബോധം റേക്കിക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എത്രയോ പേരെൻ്റെ അടുത്ത് ഒരു കാരണവും പറയാതെ ഒരു പ്രശ്നം, ഈവൻ ജാനി പോലും എന്നോട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഒന്നും പറഞ്ഞില്ല ആദ്യം ഘട്ടമുള്ള, പക്ഷേ ഷീ ഹാസ് കംപ്ലീറ്റ്ലി റിസീവ്. അതുകൊണ്ട് എനിക്കൊരു വാച്ച് തന്നിട്ടാണ് പോയത്. നല്ല വാച്ചല്ലേ? അപ്പോൾ ഞാനെപ്പോഴും പറയും, ഒരാളുടെ പോക്കറ്റ് നിറയ്ക്കുന്നതിലും എത്രയോ മഹത്തരമാണ് ഒരാളുടെ മനസ്സ് നിറയ്ക്കുന്നത്. മാറിയാൽ മനസ്സ് മാറില്ല, മനസ്സ് മാറിയാൽ രോഗം മാറി.
പിന്നെ വേറൊരു എഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയാമല്ല, ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു, അത് മോഡേൺ ഫിസിക്സിലുള്ളതാണ്. ഒരു ബട്ടർഫ്ലൈ ഇവിടെ ഇങ്ങനെ പറക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ചെറിയ വേദിയിൽ സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒറ്റ വ്യക്തിക്ക്, ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഫോർ എക്സാമ്പിൾ, അല്ലെ ബുദ്ധ, അല്ലെ ശങ്കര, ദർ മൈനോറിറ്റി അല്ലേ, മൈനോറിറ്റി ഓഫ് വൺ, അവർക്കെങ്ങനെ ഇത്രമാത്രം ചലനം ലോകത്തുണ്ടാക്കാൻ പറ്റും? അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം ശരിയായ ദിശാബോധത്തോടെ, ശരിയായ വിഷനോടെ, റിയലൈസേഷനോടെ ആര് ഈ ലോകത്ത് പ്രവർത്തിച്ചാലും ശബ്ദിച്ചാലും ഈ ലോകത്തിന് അത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവത്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. നമ്മുടെ ഭാരതത്തിൻ്റെ ഗുരുസങ്കല്പം നോക്കി, വ്യോമവത് വ്യാപ്തദേഹായ. വ്യോമം ഇവിടെ അർത്ഥം സ്പേസ്, ഈ സ്പേസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗുരു. ആലോചിച്ച് നോക്കിയ ആ പ്രയോഗം, അതാണ് ദക്ഷിണാമൂർത്തി എന്നാണ് ഗുരുസങ്കല്പത്തിൽ ഭാരതത്തിൽ പറയുന്നത്. അതുകൊണ്ട് എവറിത്തിങ് ഈസ് ഗുരു. ഈ കുട്ടി പലതും പഠിപ്പിക്കുന്നുണ്ട്, ഇവൻ പലതും പഠിപ്പിക്കുന്നുണ്ട്, അമിത ഞാൻ പഠിപ്പിച്ചു, പക്ഷെ അമിത എന്നെ എന്തെല്ലാം പഠിപ്പിക്കുന്നു. അപ്പം എല്ലാത്തിനും ഇൻ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് ദ വേൾഡ് ദർ ഇസ് എ ടീച്ചർ. കുട്ടികളും എല്ലാവരും. നമ്മൾ ചിലപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന പ്യൂണായിരിക്കും കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ലാബിലെ അറ്റൻഡറായിരിക്കും കൂടുതൽ പഠിപ്പിക്കുക. അങ്ങനെ എല്ലാത്തിലും ഗുരുവിനെ കാണാൻ ശ്രമിക്കുക. നമസ്കാരം. കടവന്ത്രയാണ്. ഞാൻ സാറത്തിൽ നിന്നാണ് റേക്ക് 4th ഡിഗ്രി എടുത്തത്. അപ്പോൾ സാറെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എന്താ ഇപ്പോൾ പറയാ, എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സാറായിട്ട് കണക്ട് ചെയ്ത് തന്നത്. അതെൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം സാറിൻ്റെ അടുത്ത് എത്തുന്ന ശിഷ്യരെല്ലാം സാറേക്കാൾ കൂടുതൽ ഉയരങ്ങളിലെത്തണം എന്നാഗ്രഹിക്കുന്നൊരു സാറാണ്. ഞാനവിടെ ഡിഗ്രി പൂർത്തിയാക്കുമ്പോൾ എന്നോട് അന്ന് സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നു, അമിത എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനെ നിനക്ക് ഞാൻ തരുമെന്ന്. ആ വാക്ക് സാറ് അതേപോലെ പ്രവർത്തിച്ചു. ആ സാറിൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ആദ്യമായി എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നു. കാരണം അവരുള്ളത് കൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത്. ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കുന്നു.